എഞ്ചിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എയർ ഫ്യൂവൽ റേഷ്യോ. നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ ഒഴിക്കുന്ന ഇന്ധനം പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ അത് എഞ്ചിൻ സിലിണ്ടറിനകത്ത് വെച്ചിട്ട് കത്തുകയാണ് ചെയ്യുന്നത്. ഈ ഫ്യൂവൽ കത്തിയിട്ടുണ്ടാവുന്ന ഹീറ്റ് എനർജിയെ എഞ്ചിൻ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മുടെ വാഹനം ഓടുകയും ചെയ്യും. നമുക്കറിയാം ഏതൊരു വസ്തു കത്തണമെങ്കിലും ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ഇല്ലാതെ ഒരു വസ്തുവിനും കത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സിലിണ്ടറിനകത്ത് ഇന്ധനം കത്തണമെന്നുണ്ടെങ്കിലും സിലിണ്ടറിനകത്ത് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാഹനത്തിൽ ഓക്സിജൻ സിലിണ്ടർ ഒന്നും കൊണ്ടു നടക്കാറില്ല. കാരണം നമുക്കറിയാം അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ ഉണ്ട്. അന്തരീക്ഷ വായുവിൻ്റെ ഏകദേശം 21% ഓക്സിജനാണ്. അപ്പോൾ നമ്മുടെ ആ അന്തരീക്ഷ വായുവിനെ എടുത്ത് എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്താൽ മതിയാവും. അതിനാണ് നമ്മുടെ വാഹനത്തിൽ എയർ ഫിൽറ്ററും എയർ ഇൻടേക്ക് പൈപ്പിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എയർ ഇൻടേക്ക് പൈപ്പിംഗ് വഴി എഞ്ചിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള എയർ വരും. ഇനി ഫ്യൂവൽ വരണം. ഫ്യൂവൽ നോക്കാൻ ഫ്യൂവൽ ടാങ്കിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഫ്യൂവൽ ടാങ്കിലുള്ള ഫ്യൂവലിനെടുത്ത് എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയും. ഈ ടാങ്കിലുള്ള ഫ്യൂവലിനെ വെറുതെ എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്താൽ പോരാ. എഞ്ചിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സർ ആയിരിക്കണം എഞ്ചിനകത്ത് കത്തേണ്ടത്. അപ്പോൾ എന്താണ് ഈ എയർ ഫ്യൂവൽ റേഷ്യോ? ഒരു കമ്പസ്റ്റൻ പ്രോസസ്സിൽ, അതായത് ഒരു ജ്വലന പ്രക്രിയയിൽ ഏർപ്പെടുന്ന എയറും ഫ്യൂവലും തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എയർ ഫ്യൂവൽ മിക്സ് ചെയ്ത് കത്തിക്കാം. എയർ കൂട്ടിയും കുറച്ചും ഫ്യൂവൽ കൂട്ടിയും കുറച്ചൊക്കെ എയർ ഫ്യൂവൽ മിക്സർ ഉണ്ടാക്കിയിട്ട് കത്തിക്കാവുന്നതാണ്. നമ്മൾ ഏതൊരു മിക്സർ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇപ്പോൾ സിമെൻറ്റ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിലുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ആ സാധനം ഉണ്ടാക്കാം. പക്ഷേ ഏതൊരു മിക്സർ ഉണ്ടാക്കുമ്പോഴും അതിനൊരു പെർഫെക്റ്റ് റേഷ്യോ ഉണ്ട്. അതായത് ഒരു പെർഫെക്റ്റ് സിമെൻറ്റ് കിട്ടുന്ന, അത് പെർഫെക്റ്റ് ദോശ കിട്ടുന്ന, അല്ലെങ്കിൽ പെർഫെക്റ്റ് ചായ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് റേഷ്യോ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതൊരു റേഷ്യോ ഉണ്ട്. ആ ഒരു പെർഫെക്റ്റ് റേഷ്യോ നമ്മുടെ എയർ ഫ്യൂവൽ മിക്സറിൻ്റെ കേസിലുള്ള ആ ഒരു പെർഫെക്റ്റ് റേഷ്യോനെ നമ്മൾ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയും. കെമിക്കലി കറക്റ്റ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ റേഷ്യോനാണ് നമ്മൾ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. പെട്രോളിൻ്റെ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ 14.7:1 ആണ്. അതുപോലെ തന്നെ ഡീസലിൻ്റെ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ 14.5:1 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പെട്രോൾ കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കാൻ 14.7 യൂണിറ്റ് എയർ വേണം എന്നുള്ളതാണ്. അതായത് ഈ റേഷ്യോ എന്ന് പറയുന്നത് എയറിൻ്റെ ഫ്യൂവലിൻ്റെയും മാസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ മാസിൻ്റെ ഏത് യൂണിറ്റിൽ ഇത് പറയാം. ഉദാഹരണത്തിന് 1 കിലോഗ്രാം പെട്രോൾ കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കണമെന്നുണ്ടെങ്കിൽ 14.7 കിലോഗ്രാം എയർ വേണമെന്ന് പറയാം. അതുപോലെ തന്നെ 1 ഗ്രാം പെട്രോൾ കംപ്ലീറ്റ് ആയി കത്തിക്കണമെങ്കിൽ 14.7 ഗ്രാം എയർ വേണമെന്ന് പറയാം. അതുപോലെ തന്നെ 1 മില്ലിഗ്രാം പെട്രോൾ കത്തിക്കണമെന്നുണ്ടെങ്കിൽ 14.7 മില്ലിഗ്രാം എയർ വേണമെന്ന് പറയാം. അപ്പോൾ മാസുകൾ തമ്മിലുള്ള റേഷ്യോ ആണിത്. മാസിൻ്റെ യൂണിറ്റുകളിൽ ഇത് പറയാവൂ. ഈ സ്റ്റോക്യോമെട്രിക് റേഷ്യോയിലുള്ള എയർ ഫ്യൂൽ മിക്സർ കത്തിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആയിരിക്കും. യാതൊരുവിധ വേസ്റ്റേജും ഉണ്ടാവില്ല. എയറും ബാക്കിയാവില്ല, ഫ്യൂവലും ബാക്കിയാവില്ല. ഒരു പെർഫെക്റ്റ് കമ്പസ്റ്റൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്നുള്ളത് സയൻറ്റിസ്റ്റുകൾ ചില കാൽക്കുലേഷൻ വഴി കണ്ടുപിടിച്ച ഒരു തിയററ്റിക്കൽ വാല്യൂ ആണ്. നമുക്കറിയാം ലോകത്തൊന്നും 100% പെർഫെക്റ്റ് ആയിട്ടുള്ളതില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോയിലുള്ള കമ്പസ്റ്റൻ നമ്മുടെ റിയൽ ലൈഫിൽ പോസിബിൾ അല്ല. ഇത്രയും കൃത്യമായിട്ട് ഫ്യൂവലും എയറും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അതുപോലെ തന്നെ നമുക്കറിയാം എഞ്ചിനകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അതിനകത്തുള്ള മൂവിങ് പാർട്സുകളൊക്കെ മൂവ് ചെയ്യുന്നത്. ഇത്രയും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എഞ്ചിനകത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എയറും ഫ്യൂവൽ മിക്സ് ആവാനുള്ള സമയവും അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോയിലുള്ള കമ്പസ്റ്റൻ എഞ്ചിനകത്ത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോനെ ഒരു സ്റ്റാൻഡേർഡ് ആക്കി നിർത്തിക്കൊണ്ട് ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോൻ്റെ മുകളിലുള്ള റേഷ്യോയിലുള്ള എയർ ഫ്യൂവൽ മിക്സറുകൾ നമ്മൾ ലീൻ മിക്സർ എന്ന് പറയും. ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോൻ്റെ താഴെയുള്ള റേഷ്യോയിലുള്ള എയർ ഫ്യൂവൽ മിക്സറുകൾ നമ്മൾ റിച്ച് മിക്സർ എന്നും പറയും. ആദ്യം നമുക്ക് എന്താണ് റിച്ച് മിക്സ്ചർ എന്നുള്ളത് നോക്കാം. ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോൻ്റെ താഴെയുള്ള റേഷ്യോയിലുള്ള എയർ ഫ്യൂവൽ മിക്സറുകളാണ് റിച്ച് മിക്സ്ചറുകൾ. ഈ റിച്ച് മിക്സ്ചറിൽ ഫ്യൂവലിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം പെട്രോളിൻ്റെ എയർ ഫ്യൂവൽ റേഷ്യോ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ 14.7:1 ആണ്. ഇതിൻ്റെ താഴെയുള്ള എല്ലാം റിച്ച് മിക്സ്ചറുകളാണ്. ഉദാഹരണത്തിന് നമുക്ക് 10:1 ഒരു റിച്ച് മിക്സ്ചറിന് ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുക, 14.7 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ചായപ്പൊടി ഇടുന്നതാണോ, അതുപോലെ തന്നെ 10 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ചായപ്പൊടി ഇടുന്നതാണോ? ഏതിനായിരിക്കും കൂടുതൽ കടുപ്പം ഉണ്ടായിരിക്കുക? 10 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ചായപ്പൊടി ഇട്ടതിനായിരിക്കും കടുപ്പം കൂടുതലുണ്ടായിരിക്കുക. അതുപോലെ കുറച്ച് കടുപ്പം കൂടിയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സറാണ് റിച്ച് മിക്സ്ചർ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ എഞ്ചിനകത്തേക്ക് റിച്ച് മിക്സ്ചർ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം റിച്ച് മിക്സ്ചറിന് കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം നമ്മൾ നന്നായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കയറ്റം കയറുന്ന സമയത്ത്, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വാഹനം ഐഡ്ലിങ്ങിലിട്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ നിർത്തിയിട്ട വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത്, ഇങ്ങനെ പവർ ഡിമാൻഡ് വരുന്ന സാഹചര്യങ്ങളിലൊക്കെ റിച്ച് മിക്സ്ചർ ആയിരിക്കും എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്.
ഈ റിച്ച് മിക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് കത്തില്ല. കാരണം ആ മിക്സ്ചറിനകത്തുള്ള ഫ്യൂവലിനെ കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എയർ അതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള എയർ വെച്ചിട്ട് കത്താൻ പറ്റുന്ന ഫ്യൂവൽ കത്തും, ബാക്കി ഫ്യൂവൽ കത്താതെ വേസ്റ്റായി എക്സോസ്റ്റ് പൈപ്പ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ഫ്യൂവൽ കത്താതെ പുറത്തേക്ക് പോകുന്നത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നതിന് കാരണമാവും. നമുക്കറിയാം പെട്രോളിയം ഫ്യൂവലുകളെല്ലാം ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ ഈ റിച്ച് മിക്സർ കത്തുന്ന സമയത്ത് ഹൈഡ്രോ കാർബൺ എമിഷൻ കൂടുതലായിരിക്കും. കാരണം ഈ ഫ്യൂവൽ കത്താതെ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ റിച്ച് മിക്സർ കത്തുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങളുടെ എമിഷനും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനകത്ത് റിച്ച് മിക്സർ കത്തുന്ന സമയത്ത് എഞ്ചിൻ്റെ എഫിഷ്യൻസിയും കുറവായിരിക്കും. കാരണം നമുക്കറിയാം റിച്ച് മിക്സർ കത്തുന്ന സമയത്ത് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കത്തില്ല, ഫ്യൂവൽ കുറേ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കയറ്റം കയറുന്ന സമയത്തും വണ്ടി നല്ല സഡൻ ആക്സിഡൻറ്റ് കൊടുത്ത് ഓടിക്കുന്ന സമയത്തൊക്കെ മൈലേജ് തീരെ കിട്ടാത്തത്. ഇനി അടുത്ത ടൈപ്പ് എയർ ഫ്യൂൽ മിക്സർ ആണ് ലീൻ മിക്സർ. ഈ ലീൻ മിക്സർ എന്ന് പറയുന്നത് ഈ സ്റ്റോക്യോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോനേക്കാൾ മുകളിലുള്ള റേഷ്യോയിലുള്ള എയർ ഫ്യൂൽ മിക്സറുകളാണ്. ഈ ലീൻ മിക്സർ എന്ന് പറയുന്നത് കടുപ്പം കുറഞ്ഞ ടൈപ്പ് എയർ ഫ്യൂൽ മിക്സറാണ്. ഇതിൽ ഫ്യൂവലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ആ ഫ്യൂവലിന് കത്താൻ ആവശ്യമുള്ളതിനേക്കാൾ അധികം എയറും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ലീൻ എയർ ഫ്യൂൽ മിക്സർ എഞ്ചിനകത്തേക്ക് എപ്പോഴാണ് സപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ അധികം വേണ്ടാത്ത സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് ഇറങ്ങുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് റോഡ് കൂടെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത്, ഈ സമയത്ത് നമുക്ക് അധികം പവറിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനകത്തേക്ക് കുറച്ച് ഫ്യൂവലിട്ട് കത്തിച്ചാൽ മതിയാവും. അതുകൊണ്ട് എഞ്ചിനകത്തേക്ക് ലീൻ മിക്സർ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ഈ ലീൻ മിക്സർ കത്തുന്ന സമയത്ത് നല്ല മൈലേജ് ആയിരിക്കും കിട്ടുന്നത്. കാരണം കുറച്ച് ഫ്യൂവൽ കത്തിക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് റോഡ് കൂടെ സ്മൂത്തായിട്ടൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ല മൈലേജ് കിട്ടുന്നത്. ഈ ലീൻ മിക്സറിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്യൂവലിനെ കത്തിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ അധികം അളവിൽ എയർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിക്സർ കത്തിക്കഴിഞ്ഞാൽ എയർ ബാക്കിയാവും. ഈ എയർ ബാക്കിയാവുന്നത് ചില പ്രശ്നങ്ങൾ കാരണമാവും. നമുക്കറിയാം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. അപ്പോൾ ഈ ലീൻ മിക്സർ എഞ്ചിനകത്ത് വെച്ച് കത്തിക്കഴിഞ്ഞാൽ ഈ സിലിണ്ടറിനകത്ത് നൈട്രജനും ഉണ്ട്, ഈ ബാക്കിയുള്ള എയറിൽ ഓക്സിജനും ഉണ്ട്. അപ്പോൾ സിലിണ്ടറിനകത്തുള്ള ഈ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ കാരണം ഈ നൈട്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വിഷവാതകമായിട്ട് അത് പുറത്തേക്ക് വന്ന് നമ്മുടെ അന്തരീക്ഷത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ എഞ്ചിനകത്തു നിന്നുണ്ടാവുന്ന ഇങ്ങനെയുള്ള വിഷവാതകങ്ങളെ നമ്മൾ അതുപോലെ പുറത്തേക്ക് വിടാൻ അനുവദിക്കില്ല. ഈ എക്സോസ്റ്റ് പൈപ്പിൽ വെച്ചിരിക്കുന്ന എമിഷൻ കൺട്രോൾ ടെക്നോളജികൾ വഴി ഈ ഗ്യാസുകളെയൊക്കെ അളവ് കുറച്ചിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ എന്താണ് ഈ എയർ ഫ്യൂൽ റേഷ്യോ എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.